ഹലോ ഗായ്സ്, നമ്മള് ഒരു സാധനം തുടങ്ങിക്കണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതിനേക്കാണ് ആള് സ്വിച്ച് ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ ലൊക്കേഷൻ അടുത്തിട്ട് കാണിച്ചു തരാം. ഇത് വിഗൊന്നുമില്ല, കുലിക്കോ കണ്ണ. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ? നമുക്ക് ഇന്ന് പരിപാടി ഓളെ വീഡിയോ എടുക്കാം. ആരെ? ഓളെ അഫ്ലുവിന്റെ. അങ്ങോട്ട് പോയേക്കാം. ഇത് ഇച്ചു അസിക്കാന്റെ മോനാണ്. ഏറ്റവും കൂടുതൽ അട വെക്കുന്നത് അവന്റെ ഉപ്പയാണ്. സപ്പോർട്ടിന് വേണ്ടി വന്നതാണ്. ഇത് പിന്നെ ഗഫൂർ ഖാന്റെ മോന്. ഗഫൂർ ഖാൻ എന്താ പണിയെന്ന് വെച്ചാല് കെട്ടുപണിയാണ്, നല്ല കെട്ടുപണിയാണ്. രണ്ടാളും കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇത് എന്ന് പറയുന്നത് റെഡ് ഇട്ടതാണ് ഈ പറയുന്ന അനിയൻ. ഇത് അഫ്ലു. ഇവനാണ് വീടെടുക്കാൻ വന്നത്. ഇവനെ അടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. പക്ഷെ മച്ചാൻ ആളെ കൂട്ടി ഓടി വന്നിട്ട് ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട്. ഇവനാണ് വീഡിയോഗ്രാഫർ. കയ്യുമെന്ന് സാധനമൊക്കെ ഊരുണ്ട്. ഇവൻ വെറും ഇത് ഇതെന്റെ ഉപ്പാന്റെ അനിയന്റെ മോനാണ്. ചിഞ്ചുട്ടിന്റെ അനിയനാണ് ഇത്. ഇവനെ വീഡിയോകളൊക്കെ സെറ്റ് ആക്കാണ്. അതുപോലെ ഇവനാണ് ആര്? അസിക്കാന മോന്. 2500 വെക്കുന്ന ആളെ മോനാണ് ഇവന്. ചുണ്ടേലി ഏറ്റവും വലിയ മനുഷ്യൻ. ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഷോട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊടുക്കാണ് ഫിദ. ഇവനാണ് ഷോട്ട് ചെയ്യുന്നത്. ഭയങ്കര പ്ലാനിങ്ങിലാണ്. അനിയൻ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ നിക്കണ്ടേന്നൊക്കെ. വലിയ ആക്ടിങ്. ഫുൾ വെയിലായിട്ട് ഒക്കെ നിക്കാനൊന്നും പറ്റില്ല നമ്മള് പറയുന്നത്. എന്താ പറയാനുള്ളേ? അവിടുന്ന് എടുക്ക. ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല പോറ. അവിടുന്ന് എടുക്ക. ഒഴുക്കോ പോണ്ട് സുജിപ്പുകളെ ഇവിടെ. എങ്ങനെയാണ് നിഫ്ല സെറ്റ് ആയെന്ന് വെച്ചാല് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ചെക്കപ്പ മൂഞ്ചി നിക്കുന്നത്. ഇറച്ചി ശീലായി പറഞ്ഞിട്ട് പോരാറുണ്ട്. വാപ്പ ഒഴിവാക്കി, ഹാപ്പി ഒഴിവാക്കി, ഓൾ ഒഴിവാക്കി. ചോറിനടിച്ചെന്ന് അവിടെ ഫുള്ള് കർണാടകക്കാരെ ഇവന് അടിണ്ടാക്കി. വ്ളോഗർ നമ്മൾ ആരാന്നു എന്താന്ന് നിനക്കറിയാലോ. ഓണാണ്. എടാ കൈ കൊടുക്കണ കൈ എടുക്കണ ഷോട്ട് എടുക്ക്. ഈ പെറുക്കണ മാതിരി അടിയായി കോംപ്രമൈസ് ആയി. സന്തോഷം നോക്കാം. ആക്ടറിന് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്റെ സാധനം സ്ക്രാച്ച് ആവുന്നു. വലിയ കാര്യം, സങ്കടം. നമ്മളെ റിസ്കി ഷോട്ട് ഞാൻ വരുന്നോ? കൊടുക്ക്. തൃശ്ശൂർ പൂരത്തിന് ആന കൊണ്ടുപോകണ മാതിരി നല്ല ശരിയാവും. ഇവളെന്തെങ്ങനെ പിച്ചക്കാരാണ്. പൈസ കൊടുക്കാൻ മാതിരി നോക്കി ഇങ്ങനെ എന്റെ കയ്യില് കൂട്ടി. പക്ഷെ എന്റെ കയ്യിൽ നിക്കില്ല. അങ്ങനെ അടിച്ചായി. നമ്മൾ ചോട്ട് കൂട്ടിയെ ലോജിക്കില്ല. ഒരു ലോജിക്കും ഇല്ല. വീട് കെട്ടിക്കൊടുക്ക. പിന്നിൽ ബൾബ്, മിന്നിങ്ങിന്റെ പിന്നിൽ ബൾബ്. ഞങ്ങള് വീഡിയോ എടുക്കാം. ജ്യൂസോ? എല്ലാരും ഇവിടെ വീഡിയോ എടുക്കാം. കണ്ടില്ലേ? ഇത് നോക്കാ, അത് നോക്കാ. ഇതെന്താ പറയാ? എന്താണ് വീഡിയോ ആറ് ചെക്കന്മാരുണ്ടായിട്ട് ഇച്ചുവിന് മാത്രം ഗേൾഫ്രണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അസൂയാണ്.
എന്താ ജയിച്ചുവാണെങ്കിൽ പട്ടി പണി എടുക്കുന്ന ഒരാളാണ്. പട്ടി പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കുന്ന ആളാ. അത് ഓക്ക് വേണ്ടിട്ട് അട കൊടുത്തിട്ടാണ് അട കൊടുത്തിട്ടാണ് ഇച്ചോളെ വളർത്തിയത്. പിന്നെന്താ വെച്ചാല് പിന്നെ അർജന്റീന പൊട്ടിയപ്പോ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ. പക്ഷെ ഓളുള്ളോണ്ട് ആ സങ്കടമൊക്കെ പെട്ടെന്ന് മാറി. ബ്രസീല് പൊട്ടി വന്ന് പിറ്റേന്ന് അട ഫുള്ള് ഫ്രീ ആയിന് അവന്റെ ഷോപ്പില്. പറ ചോറുന്നാണോ വിശക്കണ്? വിശക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് കൊടുക്കുമ്പോഴുള്ള എനിക്ക് ഇഷ്ടംപോലെ എടുക്കാണ്ട്. 2 മണിയായി, ഞാൻ നീച്ചിട്ട് ഫുഡ് കഴിച്ചില്ല ഇവിടെ. വെച്ച് വിളിക്കുന്ന ബിസിനസ് സക്സസ് ആയ ഞാൻ എല്ലാവർക്കും മന്തി വാങ്ങിക്കും. 10 ഉറുപ്പ്യ വരെ കുറച്ചിട്ടില്ല. പിന്നെ ഓളെ മന്തി ആയിട്ട് സക്സസ് ആയാല് ഇത് തുടങ്ങിയിട്ട് മനസ്സിലല്ലടാ എന്തടി എന്നെ ഒഴിവാക്കി സങ്കടായി എന്നെ കൂട്ടൂല. തെറ്റി ഷൂട്ടിങ് കഴിഞ്ഞിരിക്കണേ നമ്മളെല്ലാരും വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും കയ്യിൽ നമ്മളെ സാധനമാണ്. പറ നമ്മളെ പ്രൊഡക്റ്റിന്റെ പേര് പറ. കൈറോമേ. അങ്ങനെ നമ്മളെ ഷൂട്ടിങ് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യും. സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.